ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഈ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 3ാമത്തെ യൂണിറ്റായ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് എന്ന് പറയുന്ന പാഠമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഈ പാഠം സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് എന്ന് പറയുന്ന പാഠം, അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വർക്ക്ഷീറ്റ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ്, പാഠത്തിലുള്ള എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ എല്ലാം നന്നായി മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ സ്റ്റേറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷൻസ് അതിനെക്കുറിച്ചിട്ടൊക്കെ പറയുന്ന പാഠമാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഇതിൻ്റെ മുന്നത്തെ 2 പാഠങ്ങൾ, അതായത് ഏർലി ഹ്യൂമൻ ആൻഡ് സിവിലൈസേഷൻ, ഏർലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന 2 പാഠങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ 6ാം ക്ലാസ് മറ്റ് സബ്ജക്റ്റുകളായിട്ടുള്ള മലയാളം, കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി, ഇംഗ്ലീഷ്, ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സ് എന്നിവയെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പാഠത്തിലേക്ക് കടക്കാം. സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്, അതിന് തന്നെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കാം. We have discussed that what each person would do first if they were get a chance to go out. Dad wants to go out and see Mr. Woz, and Peter wants to go to town and see a movie, and I find freedom itself a great joy. So I can't think of what to do, but I know one thing, that what I like above everything is a house of our own and a freedom of movement. Then my school and my studies. I love my country, I love this language, I wish to live and work here. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, ഓരോരുത്തരെയും ആഗ്രഹം, അതായത് പുറത്തു പോകാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് ആദ്യം ചെയ്യുക എന്ന് പറയുന്ന ഒരു ചർച്ച നടത്തുകയാണ്. അപ്പോൾ ഡാഡിക്ക് എന്താണ് പറയുന്നത്, ഡാഡിക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണ്, അതായത് മിസ്റ്റർ വേഴ്സിനെ കാണണമെന്നാണ്. പീറ്ററിന് എന്താണ്, ഒരു സിനിമ കാണണമെന്നാണ്. അപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യം എന്നത് തന്നെ ഒരു വലിയ ആനന്ദമായി തോന്നുന്നു. അതുകൊണ്ട് തന്നെ എന്താദ്യം ചെയ്യണമെന്നൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്ന് ഒരു കുട്ടി പറയുകയാണ്. അതായത് ഒരു കുട്ടിയുടെ ഒരു ഡയറി എൻട്രി അല്ലെങ്കിൽ ഡയറി കുറിപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഒന്നെനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. എന്താണ്, എല്ലാറ്റിലും അധികം ഞാൻ ഇഷ്ടപ്പെടുന്നത് തങ്ങളുടെ മാത്രമായ ആ വീടും അതുപോലെ തന്നെ സഞ്ചാര സ്വാതന്ത്ര്യവുമാണ്. പിന്നെ ഞാൻ എൻ്റെ സ്കൂളും അതുപോലെ തന്നെ സ്റ്റഡീസ്, എൻ്റെ രാജ്യം, എൻ്റെ കൺട്രിയെ സ്നേഹിക്കുന്നു, എൻ്റെ ലാംഗ്വേജ്, ഭാഷയെ സ്നേഹിക്കുന്നു, ഇവിടുത്തെ തന്നെ ജോലി ചെയ്യണമെന്നാണ്, ജീവിക്കാനാണ് ആഗ്രഹം എന്ന് പറയുന്ന ഒരു ദ ഡയറി ഓഫ് എ യങ് ഗേൾ ആനി ഫ്രാങ്കിൻ്റെ ഒരു ഡയറി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടിക്ക് ഇവിടെ തന്നെ ഈ രാജ്യത്തെയും അതുപോലെ തന്നെ ഇവിടെ ജോലി ചെയ്ത് ജീവിക്കാനാണ് ആ കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം, അല്ലെങ്കിൽ അതിനുള്ള സഞ്ചാര സ്വാതന്ത്ര്യവും അതൊക്കെയാണ് ആ കുട്ടിയുടെ ഒരു ആഗ്രഹമായിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്, ദ above lines were written by ആനി ഫ്രാങ്ക് in her beloved diary named കിറ്റി. അതായത് ആനി ഫ്രാങ്കിൻ്റെ ഡയറിയിലെ കിറ്റി എന്ന് പറയുന്ന അവളുടെ പ്രിയപ്പെട്ട ഒരു ഡയറിയുടെ കുറച്ച് വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. She had led a life hiding in a small confirmed room in her own country because of Hitler's military attack. അതായത് ഹിറ്റ്ലറുടെ മിലിറ്ററി അറ്റാക്ക്, സൈനിക ആക്രമണത്തിന് കാരണം സ്വന്തം രാജ്യത്ത് തന്നെ ഒരു ഇടുങ്ങിയ മുറിയിലാണ് ഒളിച്ച് താമസിക്കുന്ന, ഒളിവ് ജീവിതം നയിക്കേണ്ടി വന്നിട്ടുള്ള ആനി ഫ്രാങ്കിനെ കുറിച്ചിട്ടാണ്, അത് അവൾ എഴുതിയിട്ടുള്ള ഡയറിയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ദെൻ ഹിയർ വാട്ട് ഓൾ ഡസ് ആനി ഫ്രാങ്ക് വിഷ് ഫോർ. എന്തെല്ലാമാണ് ആനി ഫ്രാങ്ക് ആഗ്രഹിക്കുന്നത്, ടു ലീഡ് എ ലൈഫ് ഓഫ് ഫ്രീഡത്തോടെയുള്ള, സ്വാതന്ത്ര്യത്തോടെയുള്ള ജീവിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആഗ്രഹമുണ്ട് ആനി ഫ്രാങ്കിന്. അപ്പോൾ നമുക്ക് എന്താ, ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ ടു ലീവ് ആൻഡ് വർക്ക് ഹിയർ, ഇവിടെ ജീവിക്കാനും അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഇഷ്ടപ്പെടുകയും ഈ രാജ്യത്തിലെ ആ കൺട്രി ആൻഡ് ലാംഗ്വേജിനെ ഇഷ്ടപ്പെടുകയും, അതൊക്കെയാണ് അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഓൾ ഡസ് അവർ നേറ്റീവ് ആൻഡ് ലാൻഡ് ഗ്രാൻറ്റഡ് അസ്. എന്തൊക്കെയാണ് നമ്മുടെ രാജ്യം, എന്തെല്ലാമാണ് നമുക്ക് ഉറപ്പ് നൽകുന്നത്, അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. സ്റ്റേറ്റ് ആൻഡ് പീപ്പിൾ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ടോപ്പിക്. ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ള ഒരു കൊളാഷ് കൊടുത്തിട്ടുണ്ട്, നമുക്കത് വായിച്ചു നോക്കാം. COVID-19 ഇന്ത്യ ഡിക്ലെയർസ് ദാറ്റ് ദ സ്റ്റേറ്റ് ഈസ് ഓൾ സെറ്റ് ടു ഫേസ് എനി സിറ്റുവേഷൻസ്. COVID-19 ഏത് സാഹചര്യവും നേരിടാൻ രാഷ്ട്രം തയ്യാറാണെന്ന് ഇന്ത്യ. അതുപോലെ സൊല്യൂഷൻ ഫോർ എനർജി ക്രൈസിസ് ഫേസ്ഡ് ബൈ പീപ്പിൾ, ന്യൂ സോളാർ എനർജി പ്ലാൻസ് ടു ബി ഡെഡിക്കേറ്റഡ് ടു ദ നേഷൻ ടുഡേ. അതായത് ജനങ്ങൾ നേരിടുന്ന സോളാർ എനർജി ക്രൈസിസിൻ്റെ പരിഹാരം പുതിയ സോളാർ എനർജി വരുമെന്ന് രാഷ്ട്രം ഉറപ്പു നൽകി, അല്ലെങ്കിൽ രാഷ്ട്രം സമർപ്പിക്കുന്നു. ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ്സ് ആർ ടു ബി ഇൻഷുർഡ് ഫോർ ഓൾ
അക്രോസ് ദ കൺട്രി. രാജ്യത്തെ എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ ഉറപ്പാക്കുന്നു. ഫുഡ് പ്രൈസ് ഹൈക്ക്. സ്റ്റേറ്റ് ടു അഡോപ്റ്റ് ഇമ്മീഡിയറ്റ് സ്റ്റെപ്സ് ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ. ഭക്ഷ്യവില വർധന, ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സത്വര നടപടികൾ സ്വീകരിക്കുമെന്ന് രാജ്യം. റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻസ്. ഇന്ത്യ ടൈറ്റ് സെക്യൂരിറ്റി അലോങ് ദ ബോർഡേഴ്സ്. റിപ്പബ്ലിക് ദിനാഘോഷം. അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കി ഇന്ത്യ. Look at the scholars given above. Here, who fulfill the demands of people and ensure their security. അപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ള കൊളാഷ് ശ്രദ്ധിക്കൂ. ഇവിടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്, അവർക്ക് സുരക്ഷിതം ഉറപ്പാക്കുന്നതും ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ആർ ദ സർവീസസ് പ്രൊവൈഡ് ബൈ ദ സ്റ്റേറ്റ് ടു ദ പീപ്പിൾ. അതായത് അതായത് ജനങ്ങൾക്ക് രാഷ്ട്രം എന്തെല്ലാം സേവനങ്ങളാണ് നൽകുന്നത്. പ്രൊട്ടക്ഷൻ ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് പീപ്പിൾ. അതായത് എന്താണ്, ജനങ്ങളുടെ ജീവനും അതുപോലെ തന്നെ സ്വത്തിനും സംരക്ഷണം നൽകുന്നു. എൻഷുർ ബോർഡർ സെക്യൂരിറ്റി, അതായത് ബോർഡർ സെക്യൂരിറ്റി ഉറപ്പാക്കുന്നു. അതുപോലെ തന്നെ അഡ്രസ്സിങ് ദ എനർജി ആൻഡ് ഫുഡ് ഇഷ്യൂസ്, അതായത് എന്താണ് ഫുഡ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് രാഷ്ട്രം ജനങ്ങൾക്ക് ചെയ്യുന്ന സേവനങ്ങൾ എന്ന് പറയുന്നത്. It is the state that enable an environment for the people to live with liberty, dignity and without fear. അതായത് സ്വാതന്ത്ര്യത്തോടെയും അതുപോലെ തന്നെ ഡിഗ്നിറ്റി, അന്തസ്സോടെയും നിർഭയമായിട്ടും ജീവിക്കാൻ ജനങ്ങളെ സഹായിക്കുന്ന സാഹചര്യം ഒരുക്കുകയാണ് എന്ത് രാജ്യം ചെയ്യുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഫെമിലറൈസ് വിത്ത് മോർ ഫീച്ചേഴ്സ് ഓഫ് സ്റ്റേറ്റ്. അതായത് നമ്മളിനി പഠിക്കാൻ പോകുന്ന സ്റ്റേറ്റ് എന്താണെന്നും സ്റ്റേറ്റിൻ്റെ ഫീച്ചേഴ്സ് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിനി നെക്സ്റ്റ് ടോപ്പിക്. വാട്ട് ഈസ് സ്റ്റേറ്റ്? സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? State is the highest socio-political institution formed by the people. Underline that line. എന്താണ്? ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും വലിയ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് എന്ത് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്യുക. വാട്ട് ഈസ് സ്റ്റേറ്റ് ഒക്കെ എന്ന് ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് പെർമനൻ്റ്ലി വിത്തിൻ എ ഡെഫിനിറ്റ് ടെറിട്ടറി വിത്ത് എ സോവറൻ ഗവൺമെൻറ് ഈസ് സ്റ്റേറ്റ്. ഇപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകൾ നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി താമസിക്കുകയും അതുപോലെ ഗവൺമെൻറ്റും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പോപ്പുലേഷൻ, ടെറിട്ടറി, ഗവൺമെൻറ് ആൻഡ് സോവറിനേറ്റ് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഫോം എ സ്റ്റേറ്റ്. അതായത് ഒരു സ്റ്റേറ്റ് ഫോം ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? പോപ്പുലേഷൻ ജനസംഖ്യ വേണം, ടെറിട്ടറി ഭൂപ്രദേശം വേണം, ഗവൺമെൻറ് അതുപോലെ സോവറിനേറ്റ് അതായത് പരമാധികാരം എന്നിവയെല്ലാമാണ് വേണ്ടത്. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷകൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്തൊക്കെ ഫാക്ടേഴ്സാണ് വേണ്ടതെന്ന്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി സ്റ്റേറ്റ് ടു മേക്ക് ലോസ് ആൻഡ് ടു എൻഷുർ ആൻഡ് വെൽഫെയർ ഓഫ് ദി പീപ്പിൾ. അപ്പോൾ എന്താണ്? അതായത് നിയമങ്ങൾ നിർമ്മിക്കുകയും അതുപോലെ ജനക്ഷേമം ഉറപ്പുവരുത്തുകയും ഒക്കെ എന്താണ് സ്റ്റേറ്റിൻ്റെ ചുമതലകളാണ്. ഓക്കെ, ദെൻ the state protects the rights of people. Moreover, it defines the responsibility of the people towards the state. അപ്പോൾ എന്താണ് പറയുന്നത്? ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് ആരാണ്? സ്റ്റേറ്റ് ആണ്. കൂടാതെ ജനങ്ങൾ രാഷ്ട്രത്തോട് പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവചിക്കുന്നതും രാഷ്ട്രം തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റേറ്റിനെ കുറിച്ചിട്ട്. എന്താണ് സ്റ്റേറ്റ് എന്ന് പഠിച്ചു, അതുപോലെ തന്നെ അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. അപ്പോൾ അത് എന്തൊക്കെയാണ് ജനങ്ങൾക്ക് നൽകുന്നത് എന്ന് പഠിച്ചു. then അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് ആൻഡ് ദ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാഗം എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻഡഡ് റീഡിംഗ് ആണ്, അധിക വായനയാണ്. അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വായിക്കാം എന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. പൊളിറ്റിക്കൽ സയൻസ് ഈസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിനെ കുറിച്ചിട്ട് ഒരു സയൻറ്റിഫിക് സ്റ്റഡി, ശാസ്ത്രീയമായിട്ടുള്ളൊരു പഠനമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഇൻ ആൻഷ്യൻ ഗ്രീസ് where the study of the state started first. അപ്പോൾ ആൻഷ്യൻ ഗ്രീസിലായിരുന്നു ആദ്യമായിട്ട് ഇങ്ങനെ സ്റ്റഡി നടത്തിയിട്ടുള്ളത്. The city states were the basics of the study of state. അതായത് സിറ്റി സ്റ്റേറ്റ്സ് ആണ് ഈ സ്റ്റേറ്റ്സിൻ്റെ പഠനത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് പറയുന്നത്. Then the Greek thinkers like Socrates, Plato, Aristotle initiated the thoughts related to the states. അപ്പോൾ ഗ്രീക്കിലുണ്ടായിട്ടുള്ള സ്ക്രോട്ടിസ്റ്റീസ് അതുപോലെ തന്നെ പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവരൊക്കെ ആയിരുന്നു ഇതിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. ആൻഡ് ഇറ്റ് വാസ് അരിസ്റ്റോട്ടിൽ ദ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഫാദർ എന്ന് പറയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. യൂസ് ദ ടേം പൊളിറ്റിക്സ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് പൊളിറ്റിക്സ് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്തിട്ടുള്ളത് അരിസ്റ്റോട്ടിൽ ആയത് കാരണമാണ് ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയപ്പെടുന്നത്. പൊളിറ്റിക്സ് ഈസ് എ വെൽ നോൺ വർക്ക് authorized ബൈ ഹിം. അതായത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിഖ്യാത
വിഖ്യാതമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ബോക്സിലുള്ളത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മാത്രം മതി. ഇവിടെയും ഒരു ബോക്സ് ഉണ്ട്, ഇതും എക്സ്റ്റെൻഡഡ് റീഡിംഗ് ആണ്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ദ ഗ്രീക്ക് റെഫേർഡ് ടു എ സിറ്റി സ്റ്റേറ്റ്സ് ആസ് പോലീസ്, അതായത് ഗ്രീക്കിൻ്റെ നഗര രാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാനാണ് പോലീസ് എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. വേറെവാസ് ദ റോമൻ യൂസ്ഡ് ആസ് ടേം സിവിറ്റാസ്, അതായത് എന്താണ് സിവിറ്റാസ് എന്ന് പറയുന്ന പദമായിരുന്നു റോമക്കാർ അതിനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ it was the Italian philosopher Niccolo Machiavelli who used the term state in his modern sense for the first time. അപ്പോൾ ആദ്യമായിട്ട് എന്താ സ്റ്റേറ്റ് എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ആരാണ്? നിക്കോളോ മാക്കിയവെല്ലി എന്ന് പറയുന്ന ഇറ്റാലിയൻ ഫിലോസഫർ ആയിട്ടുള്ള വ്യക്തിയാണ് ആദ്യമായിട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്ന പദം യൂസ് ചെയ്തിട്ടുള്ളത്. The English word state came into existence from the term status, which was popular among the Teutons and ancient tribes in the Germany. അപ്പോൾ എന്താണ് പറയുന്നത്? ജർമ്മനിയിലുള്ള പുരാതനമായിട്ടുള്ള ഈ ഗോത്രവർഗ്ഗങ്ങളായിട്ടുള്ള ട്യൂട്ടോണുകൾക്കിടയിലുള്ള പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഈ വാക്കിൽ നിന്നാണ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം രൂപീകൊണ്ടിട്ടുള്ളത്. ലെറ്റ് us examine each component in state in detail. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓർഗൻസ് ഓഫ് ഫോം ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ, ടെറിട്ടറി, സോവറിനേറ്റ്, ഗവൺമെൻറ് എന്നാണ്. ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കുകയാണ്. ഫസ്റ്റ് വൺ അതിലുള്ളതാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഫിഗർ 3.1 ആൻഡ് ഫിഗർ 3.1b എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിൽ കുട്ടികൾ ആരും തന്നെ ഇല്ലാത്തൊരു സ്കൂളും മറ്റേതിൽ എന്താ കുട്ടികളെല്ലാവരും ഉള്ളൊരു സ്കൂളുമാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ എബോ, അതായത് മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ചിത്രം ശ്രദ്ധിക്കുക. ദെൻ വിച്ച് വൺ ഓഫ് ദിസ് ക്യാൻ ബി കൺസിഡർ എ സ്കൂൾ ഇൻ ദ കംപ്ലീറ്റ് സെൻസ് ഓഫ് ടേം, അതായത് ഇതിൽ പൂർണ്ണമായ അർത്ഥത്തിൽ സ്കൂളായിട്ട് നമുക്ക് തോന്നുന്നത് ഏതാണ്? ഫിഗർ 3.1b ആണല്ലേ. കാരണം ഒരു സ്കൂൾ എന്ന് പറയുന്ന കെട്ടിടം ഉണ്ടാക്കിയാൽ മാത്രം ഒരു സ്കൂളായില്ല, അവിടെ വിദ്യാർത്ഥികളും കുട്ടികളും ടീച്ചേഴ്സും എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമാണ് അതൊരു പൂർണ്ണാർത്ഥത്തിൽ സ്കൂൾ എന്ന് പറയാൻ നമുക്ക് പറ്റുകയുള്ളൂ. അപ്പോൾ ഫിഗർ 3.1b ആണ് കംപ്ലീറ്റ് സെൻസ് ഓഫ് ടേമിൽ നമുക്ക് സ്കൂളായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ഫോർ എ സ്കൂൾ ടു ബിക്കം എ സ്കൂൾ ഇൻ എ റിയൽ സെൻസ് ദർ ഷുഡ് ബി എ ചിൽഡ്രൻ, ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അലോങ് വിത്ത് അതർ ഫെസിലിറ്റീസ്. അതായത് ഒരു സ്കൂളായി തന്നെ വേണമെങ്കിൽ അവിടെ ഒരുപാട് സൗകര്യങ്ങളോടൊപ്പം തന്നെ ആര് വേണം? കുട്ടികളും അധ്യാപകരും അതുപോലെ ജീവനക്കാരും ഒക്കെ ഉണ്ടാകണം. The concept of school become complete when they are work together harmoniously and actively. അതായത് എല്ലാവരും ഒത്തൊരുമയോടെയും സജീവമായി പ്രവർത്തിക്കുമ്പോഴാണ് സ്കൂൾ എന്ന ആശയം പൂർണ്ണമാകുന്നത്. The state is also like this. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. Without people a state cannot exist. അതായത് ജനങ്ങളില്ലാണ്ട് സ്റ്റേറ്റിന് നിലനിൽപ്പില്ല. But the number of people required to form a state has not been fixed. എങ്കിലും ഒരു സ്റ്റേറ്റ് രൂപീകരിക്കണമെങ്കിൽ ആവശ്യമായ ജനസംഖ്യ എത്രയെന്നൊന്നും ഇങ്ങനെ കറക്റ്റ്ലി കൗണ്ടബിൾ ഒന്നുമല്ല. The population of a state can be include people belongs to different religion, caste and color. അതായത് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ജനസംഖ്യയുടെ വിവിധ മതത്വം, വർഗം, വർണ്ണം, വിഭാഗങ്ങളെല്ലാം ഉൾപ്പെട്ടതാണ്. The people become a part of a state when they stay together with mutual dependence, common interests and collective conscience. അതായത് എന്താണ്? അതായത് പരസ്പര ആശ്രയത്വത്തിലും അതുപോലെ തന്നെ പൊതു താല്പര്യം, പൊതുബോധം എന്നിവയെല്ലാം ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴാണ് ജനങ്ങൾ സ്റ്റേറ്റിൻ്റെ ഒരു ഘടകം മാറുന്നത്. ആൻഡ് ക്യാൻ യു ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് നിങ്ങളോട് കണ്ടുപിടിക്കാനാണ്. ദ കൺട്രി വിത്ത് ഹയസ്റ്റ് പോപ്പുലേഷൻ, ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യ. ദ കൺട്രി വിത്ത് ലോവസ്റ്റ് പോപ്പുലേഷൻ, ഏറ്റവും ലോവസ്റ്റ് പോപ്പുലേഷൻ ഉള്ള വത്തിക്കാൻ സിറ്റിയാണ്. ഓക്കെ, അടുത്തത് ഇവിടെ കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ്, ഒരു വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡ്രോ എന്ന സ്മൈൽ അഗെയിൻസ്റ്റ് ദ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഫോൾസ് എഗെയിൻസ്റ്റ് ദ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഇമോജി വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ സ്മൈലി വരയ്ക്കുക, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളതാണെങ്കിൽ മറ്റേ സ്മൈലി വരയ്ക്കുക, അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കാം. ദ റിക്വയർഡ് പോപ്പുലേഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് ഹാസ് ബി ഫിക്സഡ് ആസ് 1 lakh. അതായത് ഒരു സ്റ്റേറ്റ് രൂപീകരിക്കപ്പെടണമെങ്കിൽ ആവശ്യമായ ജനസംഖ്യ 1 ലക്ഷമായിരിക്കണം. അത് തെറ്റാണ്, അങ്ങനെ ഒരു കണക്കുകളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് ഫോൾസ് ആണ്. അപ്പോൾ നിങ്ങൾ ആ
സ്മൈലി അവിടെ വരച്ചു കൊടുക്കുക. ദെൻ പീപ്പിൾ ബിലോങ്സ് ടു ഡിഫറെൻറ്റ് റിലീജിയൻ ആൻഡ് ക്ലാസ് ക്യാൻ ബി പാർട്ട് ഓഫ് പോപ്പുലേഷൻ സ്റ്റേറ്റ്. അതായത് ഒരു സ്റ്റേറ്റിൻ്റെ പോപ്പുലേഷനിൽ എന്താണ് എല്ലാവരും എല്ലാ വിഭാഗക്കാരും ഉൾപ്പെടും. അത് ട്രൂ ആണ്. അപ്പോൾ ട്രൂവിൻ്റെ സ്മൈലി വരക്കുക. ദെൻ അടുത്തത് ദി സ്റ്റേറ്റ് ഈസ് ദ ഹയസ്റ്റ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ പീപ്പിൾ. അതായത് ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള എന്താണ് ഒരു സ്ഥാപനമാണ്, ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അത് ട്രൂ ആണ്. അപ്പോൾ ട്രൂയുടെ സിമ്പിൾ ഇടുക. എ സ്റ്റേറ്റ് can exist without people. ജനങ്ങളില്ലാതെ സ്റ്റേറ്റിന് നിലനിൽക്കാൻ കഴിയില്ല. അപ്പോൾ അതും നിലനിൽക്കാം എന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് തെറ്റാണ്. അപ്പോൾ ഫോൾസ്. അതിൻ്റെ സ്മൈലിടുക. ദെൻ നെക്സ്റ്റ് ആണ് ടെറിട്ടറി. ഭൂപ്രദേശം എന്ന് പറയും, ടെറിട്ടറി ആണ്. ദ മാപ്പ് ഓഫ് സൗത്ത് സുഡാൻ വാസ് ഫോംഡ് ഇൻ 2011 ഈസ് ഗിവൺ എബവ്. അതായത് 2011 രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സൗത്ത് സുഡാൻ്റെ ഒരു മാപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ ഇൻ വിച്ച് കോണ്ടിനെന്റ് ഇൻ സൗത്ത് സുഡാൻ സിറ്റുവേറ്റഡ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുക എവിടെയാണ് സൗത്ത് സുഡാൻ സിറ്റുവേറ്റ് ചെയ്യുന്നത്, എവിടെയാണ്? ആഫ്രിക്കയിലാണ്. Which country enriched with this which river enriched with country with water. അതായത് ഏത് നദിയാണ് ഈ രാജ്യത്തെ ജലസമൃദ്ധമാക്കുന്നത്? നമുക്കറിയാം ആഫ്രിക്കയിലുള്ളത് നൈൽ റിവർ ആണ്. അപ്പോൾ നൈൽ റിവർ എന്ന് എഴുതാം, റിവർ നൈൽ. ദെൻ നെക്സ്റ്റ് ഐഡൻറ്റിഫൈ ആൻഡ് നോട്ട് ദ കൺട്രീസ് ദാറ്റ് ബോർഡേഴ്സ് ഓഫ് സൗത്ത് സുഡാൻ. അതായത് സൗത്ത് സുഡാനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എഴുതാനാണ്. അതായത് നോർത്തിൽ ഏതാണ്? നോർത്തിൽ സുഡാനാണ്. അപ്പോൾ സുഡാൻ എഴുതുക. ദെൻ സൗത്തിൽ തെക്ക് ഭാഗത്ത് ഉഗാണ്ടയാണ്. ഈസ്റ്റ് ഭാഗത്ത് കിഴക്കിൽ എവിടെയാണ്? എത്യോപ്യ. വെസ്റ്റ് പടിഞ്ഞാറ് സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് ആണ്. Then South Sudan is a country that was formed from 10 southern states liberated from Sudan, the biggest country in Africa. അതായത് സൗത്ത് സുഡാൻ, ഈ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായിട്ടുള്ള സുഡാന് സ്വാതന്ത്ര്യമാക്കപ്പെട്ടത് 10 തെക്കൻ സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച രാജ്യമാണ് ഇത് സൗത്ത് സുഡാൻ എന്നറിയപ്പെടുന്നത്. From this, haven't you realized that the specific geographical territory is necessary for the formation of any state like South Sudan? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതായത് ഏതൊരു ഇപ്പോൾ സുഡാനെ പോലെ തന്നെ ഏതൊരു സ്റ്റേറ്റിനെ രൂപപ്പെടുന്നെങ്കിലും കൃത്യമായിട്ടുള്ളൊരു ടെറിട്ടറി ആവശ്യമാണെന്ന് നിങ്ങൾക്കിപ്പോൾ ഇതിലൂടെ മനസ്സിലായിട്ടുണ്ടാകും. ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് എ സ്റ്റേറ്റ് എ പെർമനൻറ്റ് ആൻഡ് വെൽ ഡിഫൈൻഡ് ടെറിട്ടറി ഈസ് എസെൻഷ്യൽ. അപ്പോൾ ഒരു സ്റ്റേറ്റ് നിലകൊള്ളണമെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ഡിഫൈൻ ആയിട്ടുള്ള ഒരു ടെറിട്ടറി അത്യാവശ്യമാണ്. But the area of territory for the formation of a state has not been specified. പക്ഷേ അതിൻ്റെ എന്താ പറയുക ആവശ്യമായ ഭൂപ്രദേശത്തിൻ്റെ ഏരിയ ഒന്നും നമ്മൾ ഡിഫൈൻ ആക്കിയിട്ട് സ്പെസിഫിക് ഒന്നുമല്ല. The land area, the water bodies, the air space and the coastal areas of a country came under the jurisdiction of the territory. Modern states has generally larger in territorial size. അതായത് ഒരു സ്റ്റേറ്റിൻ്റെ എല്ലാ ഭാഗം, അതായത് വാട്ടർ ബോഡീസ് ആയിക്കോട്ടെ, സ്പേസ് ആയിക്കോട്ടെ, കോസ്റ്റൽ റീജിയൻ ആയിക്കോട്ടെ, എല്ലാ മേഖലകളും അതിൻ്റെ പരിമിതിയിലാണ് ഉൾപ്പെടുക. ആധുനിക മോഡേൺ സ്റ്റേറ്റിൽ പൊതുവെ ടെറസ്ട്രിയൽ എന്ന് പറയുന്നത് കുറച്ച് മുന്നിൽ നിൽക്കുന്നവയാണ്. ദെൻ നെക്സ്റ്റ് ഇത് എക്സാമിങ് ദ മാപ്പ് ഇൻ യുവർ സോഷ്യൽ സയൻസ് ലാബ് ഐഡൻറ്റിഫൈ ദ ബിഗ്ഗസ്റ്റ് കൺട്രി ആൻഡ് സ്മോളസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. അതായത് ഏറ്റവും വലിയ കൺട്രിയും അതുപോലെ തന്നെ ഏറ്റവും ചെറിയതും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് റഷ്യ ആൻഡ് വത്തിക്കാൻ സിറ്റി. ദെൻ അതിന് താഴെ ഒരു ചോദ്യമുണ്ട്, എന്താണ്? പ്രിപ്പയർ എ നോട്ട് ഓൺ ദ റോൾ പ്ലേഡ് ദ ടെറിട്ടറി ഇൻ ദ ഫോർമേഷൻ ഓഫ് എ സ്റ്റേറ്റ്. അതായത് ടെറിട്ടറിനെ കുറിച്ചിട്ട്, സ്റ്റേറ്റിൻ്റെ ഫോർമേഷന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ടെറിട്ടറി. അപ്പോൾ അതിനെക്കുറിച്ചൊരു നോട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ പോയിന്റുകളൊക്കെ, അതായത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളൊക്കെ എഴുതുക ഇതിൻ്റെ ആൻസർ ആകുന്നതാണ്. അതായത് ടെറിട്ടറീസ് പ്രൊവൈഡ് ദ ഫിസിക്കൽ സ്പേസ് വിത്ത് ക്ലിയർ ഡിഫൈൻഡ് ബൗണ്ടറീസ് ആൻഡ് ദിസ് ഇൻക്ലൂഡ്സ് ലാൻഡ്, വാട്ടർ ബോഡീസ്, എയർ സ്പേസ് ആൻഡ് കോസ്റ്റൽ ഏരിയാസ്. ആൻഡ് എ സ്റ്റേറ്റ് ക്യാൻ എൻഫോഴ്സ് ഇറ്റ്സ് ലോ, മെയിൻറ്റെയിൻ ഓർഡർ ആൻഡ് പ്രൊട്ടക്ട് ഇറ്റ്സ് സിറ്റിസൺസ്, സിഗ്നിഫൈങ് ഇറ്റ്സ് സോവർണൈറ്റ്. ദെൻ നെക്സ്റ്റ് ആണ്, അപ്പോൾ നമ്മൾ പോപ്പുലേഷൻ പഠിച്ചു, ടെറിട്ടറി പഠിച്ചു. അടുത്തതാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ദ ന്യൂസ് ഗിവൺ എബോവ്. അപ്പോൾ അതായത് മുകളിൽ കുറച്ച് വാർത്തകൾ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചു നോക്കാം. COVID-19 ഗവൺമെൻറ് ഡിക്ലയർസ് ഫ്രീ റേഷൻ ഫോർ ഓൾ കാർഡ് ഹോൾഡേഴ്സ്. അതായത് COVID-19 എല്ലാ കാർഡ് ഉടമകൾക്കും സൗജന്യ റേഷൻ പ്രഖ്യാപിച്ച് ഗവൺമെൻറ് സ്ലാഷസ് പ്രൈസ് ഫോർ ലൈഫ് സേവിങ് മെഡിസിൻസ്. അതായത് ജീവരക്ഷാ മരുന്നുകൾക്ക് വില കുറച്ച് സർക്കാർ. ഗവൺമെൻറ് മെയിൻ്റനൻസ് വിജൽ പ്രൈസ് ഹൈക്ക് അണ്ടർ കൺട്രോൾ. അതായത് ജാഗ്രത പാലിച്ചു, വിലക്കയറ്റം നിയന്ത്രണ വിധേയം. അങ്ങനെയുള്ള കുറച്ച് ന്യൂസ്
അപ്പോൾ അങ്ങനത്തെ കുറച്ച് ന്യൂസ് ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിലും ഗവൺമെൻറ്റിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദ ഗവൺമെൻറ് പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ എൻഷുറിങ് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ഇൻ എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിലുള്ള ജനങ്ങളുടെ വെൽഫെയർ, ക്ഷേമത്തിന് വേണ്ടിയിട്ട് ക്ഷേമം ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാർ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പങ്ക് അല്ലെങ്കിൽ അവരുടെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, then it's a government which help to keep the relationship between a state and a people. അതായത് എന്താണ്, ഒരു സ്റ്റേറ്റും അതുപോലെ തന്നെ പീപ്പിൾ തമ്മിലുള്ള ഒരു ബന്ധം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നത് ഗവൺമെൻറ് ആണ്. ഓക്കെ, then the particular territory need not become a state just because it's inhabited by the people. A system called government is essential to coordinate the resources and people there. The state is a permanent institution wherever the government keeps changing. അതായത് എന്താണ് പറയുന്നത്, ജനങ്ങൾ താമസിക്കുന്നത് കൊണ്ട് മാത്രം ഒരു പ്രത്യേക ഒരു ടെറിട്ടറി എന്താണ് സ്റ്റേറ്റായി മാറണമെന്നില്ല. അവിടുത്തെ എന്താണ് റിസോഴ്സസും ജനങ്ങളുടെ ഒരു ഐക്യമൊക്കെ കൊണ്ടുപോകാനാണ് ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ എന്ന് പറയുന്നത് അതായത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്, സ്ഥിരമായി നിൽക്കുന്നതാണ്. പക്ഷെ ഗവൺമെൻറ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും, അത് നമുക്കറിയാമല്ലേ. ആൻഡ് ഇറ്റ് ഈസ് എൻ ഏജൻസി ടു ഫോം ദ പോളിസീസ് ഓഫ് എ സ്റ്റേറ്റ്, എക്സ്പ്രസ് ആൻഡ് എക്സിക്യൂട്ട് ദം. ദ ഗവൺമെൻറ് ഹാൻഡിൽസ് ലോ ആൻഡ് ഓർഡർ, റൂൾ ഓഫ് ലോ, ഡിഫൻസ്, ഫോറിൻ റിലേഷൻസ്, റോഡ്, ബ്രിഡ്ജസ്, ഡ്രിങ്കിങ് വാട്ടർ, ഇലക്ട്രിസിറ്റി, എഡ്യൂക്കേഷൻ ആൻഡ് ദ ലൈക്ക്. അതായത് എന്താണ് പറയുന്നത്, അതായത് അവിടെ നിൽക്കുന്ന ഗവൺമെൻറ് മാറിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവരുടെ അതായത് സ്റ്റേറ്റിൻ്റെ ഒരുപാട് ലോകൾ, നിയമങ്ങൾ സാക്ഷാത്കരിക്കുവാനും ഒരുപാട് ഗവൺമെൻറ് ഏജൻസീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണത്, അതായത് അവിടുത്തെ ക്രമസമാധാനം ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ നിയമവാഴ്ച, അതുപോലെ തന്നെ ഫോറിൻ പ്രതിരോധം, വിദേശ ബന്ധങ്ങൾ, അതുപോലെ ബ്രിഡ്ജസ്, റോഡ്, ഇലക്ട്രിസിറ്റി, എഡ്യൂക്കേഷൻ തുടങ്ങിയവയെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. ഒരു സ്റ്റേറ്റിലുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ആണ് കൈകാര്യം ചെയ്യുക. അടുത്തൊരു വർക്ക്ഷീറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ദ കൺസെപ്റ്റ് മാപ്പ് വിച്ച് ഇൻക്ലൂഡ്സ് മാറ്റർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ്, ചുമതലകൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ അതൊരു പോയിന്റുകൾ എന്ന രൂപത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഹാൻഡിലിംഗ് ദ ലോ ആൻഡ് ഓർഡർ, അതായത് കൈകാര്യം, അതായത് നിയമങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്, ഗവൺമെൻറ് ആണ്. അത് അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. അതുപോലെ തന്നെയാണ് മാനേജിങ് ഡിഫൻസ് ഒക്കെ മാനേജ് ചെയ്യുക. അതുപോലെ തന്നെ കണ്ടക്ടിങ് ഫോറിൻ റിലേഷൻഷിപ്പ്, വിദേശ ബന്ധങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, പ്രൊവൈഡിങ് ഇൻഫ്രാസ്ട്രക്ചർ ലൈക്ക് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ്, അതായത് റോഡ്, ബ്രിഡ്ജ് എന്നിവയെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോവുക. അതുപോലെ എൻഷുറിങ് ദ ആക്സസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി, പ്രൊട്ടക്ട് ദ സോവറിനിറ്റി ആൻഡ് യൂണിറ്റി ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇതിന് അടുത്തതാണ് നമ്മുടെ സോവറിനിറ്റി, അതായത് പരമാധികാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ന്യൂസ് ഹെഡ്ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. സിവിൽ വാർ റിസോൾവ്ഡ്, ശ്രീലങ്ക മൂവ്സ് ടു ഡെമോക്രസി, അതായത് ആഭ്യന്തര കലാപം പരിഹരിച്ചു, ശ്രീലങ്ക ജനാധിപത്യത്തിലേക്ക്. ദെൻ വാർ സ്കെയർ, ഇന്ത്യ അഷ്യൂർസ് സേഫ് റിട്ടേൺ ഓഫ് സ്റ്റുഡൻസ് അബ്രോഡ്, യുദ്ധഭീതി, വിദേശത്തുള്ള വിദ്യാർത്ഥികളെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യ. അതുപോലെ ഇന്ത്യ ആൻഡ് ചൈന സൈൻ എ ന്യൂ കോപ്പറേഷൻ പാക്ട്, ഇന്ത്യയും ചൈനയും പുതിയ സഹകരണ കരാറിൽ ഒപ്പുവെച്ചു. ദെൻ അടുത്തതാണ് വെൽഫെയർ ഓഫ് ദ ഏജ്ഡ്, ഫ്രാൻസ് സെറ്റ് ഫോർ എ സ്ട്രിക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ലോ, അതായത് വയോജനക്ഷേമം നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുമെന്നൊരുങ്ങി ഫ്രാൻസ്. അങ്ങനെ കുറച്ച് ന്യൂസ് ഹെഡ്ലൈൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലുക്ക് അറ്റ് ദ ന്യൂസ് ഹെഡ്ലൈൻസ് അബോവ്. മുകളിൽ കൊടുത്തിട്ടുള്ള ന്യൂസ് ഹെഡ്ലൈൻസ് നോക്കുക. ഈച്ച് ഹെഡ്ലൈൻസ് ഗീവ്സ് ദ ഡെസിഷൻസ് മെയ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ് യൂസിങ് ദെയർ പവർ. അതായത് ഓരോ സ്ഥലങ്ങളിലും രാജ്യങ്ങൾ അവരുടെ ആ ഒരു അധികാരം, പവർ ഉപയോഗിച്ചിട്ട് നടപ്പിലാക്കിയിട്ടുള്ള ഒരുപാട് തീരുമാനങ്ങളെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഹെഡ്ലൈൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ദ സുപ്രീം പവർ ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ടു ബി ടേക്ക് ഡെസിഷൻസ് വിതൗട്ട് ബീയിങ് സബ്ജക്റ്റഡ് ടു എക്സ്റ്റേണൽ ഇൻവെൻഷൻസ് ഓർ പ്രഷർ എനി ഫോംസ് ഈസ് ടേംഡ് ആസ് സോവറിനിറ്റി. അതായത് സോവറിനിറ്റി എന്ന് പറയുന്നത് എന്താണ്, അതായത് മറ്റുള്ള ഒരു ഇടപെടലുകളോ സമ്മർദ്ദങ്ങളോ പ്രഷറുകളോ ഒന്നുമില്ലാണ്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സ്റ്റേറ്റിൻ്റെ പരമമായ അധികാരമാണ് സോവറിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക. This is a unique characteristics of a state. ആ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൈസ്റ്റിക്സ് ആണ് എന്തെന്ന് പറയുന്നത്, സോവറിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ
The state makes law and take political decisions as a part of its sovereignty power. അതായത് ഒരു സ്റ്റേറ്റ് എന്ത് ചെയ്യും, ലോകൾ ഉണ്ടാക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യും. അതായത് ഓരോ എന്താ പറയുക നിയമങ്ങൾ നിർമ്മിക്കുകയും അതുപോലെ രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ഒക്കെയാണ് അതെല്ലാം എന്തിൻ്റെ ഭാഗമാണ്, സോവർണിറ്റിൻ്റെ പാർട്ടായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ദെൻ ദ സ്റ്റേറ്റ് എക്സിക്യൂട്ട്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ഇറ്റ്സ് സോവർണിക് പവർ ത്രൂ ദ ഗവൺമെൻറ്. അതായത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സോവർണിറ്റി വിനിയോഗിക്കുകയും കാത്തു സൂക്ഷിക്കുകയും എല്ലാം ചെയ്യുന്നത് ആരാണ്, ഗവൺമെൻറ് ആണ്. Even if there are people, territory and government, state cannot exist without sovereignty. അതായത് ബാക്കിയുള്ള എല്ലാം, അതായത് പോപ്പുലേഷനും ടെറിട്ടറിയും ഗവൺമെൻറ് എന്നിവയെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു സ്റ്റേറ്റ് നിലനിൽക്കണമെങ്കിൽ സോവറിനേറ്റ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അതില്ലാണ്ട് നിലനിൽക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി അടുത്തത് എന്താണ് പറയുന്നത്, അവിടെ അതായത് ഡെമോക്രസി ബീയിങ് ട്രോപ്ലഡ് ഇൻ മ്യാൻമർ, അമേരിക്ക വാണ്ട്സ് ഫോർ ഇൻ്റർവെൻഷൻസ്. അതായത് മ്യാൻമറിൽ ജനാധിപത്യം ഇടപെടുമെന്ന് അമേരിക്കയുടെ മുന്നറിയിപ്പ്. ന്യൂക്ലിയർ പോളിസി, കൺട്രീസ് ഇന്റേണൽ അഫയേഴ്സ്, നോ നീഡ് ഫോർ ഇന്റർഫിയറൻസ് ഫ്രം അതർ കൺട്രീസ്, സേസ് ഇന്ത്യ. ന്യൂക്ലിയർ ബോംബ് രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയം, മറ്റ് രാജ്യങ്ങൾ ഇടപെടേണ്ടതില്ലെന്ന് ഇന്ത്യ. ഇവിടെ എന്താണ്, വിച്ച് ഓഫ് ദിസ് ഗിവൺ ന്യൂസ് ദ സോവറിനിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ഈസ് മെയിൻറ്റെയിൻ, എക്സ്പ്ലെയിൻ വൈ, പ്രിപ്പയർ എ നോട്ട്. അതായത് ഇവിടെ തന്നിരിക്കുന്ന വാർത്തയിൽ ഏതിലെയാണ് രാഷ്ട്രത്തിൻ്റെ ഒരു സോവറിനിറ്റിനെ പരിപാലിക്കപ്പെടുന്നത്, എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, പ്രിപ്പയർ എ നോട്ട് എന്ന് പറഞ്ഞിട്ട്. The next topic, formation of state, various theories. അതായത് ഒരുപാട് തിയറികളുണ്ട് അതായത് ഈ സ്റ്റേറ്റിൻ്റെ ഫോർമേഷന്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് മനസ്സിലാക്കി, അതായത് സ്റ്റേറ്റിലെ എന്തൊക്കെയാണ്, പോപ്പുലേഷൻ, ടെറിട്ടറി, ഗവൺമെൻറ്, സോവറിനിറ്റി, അതുപോലെ സ്റ്റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കി, പോപ്പുലേഷൻ മനസ്സിലാക്കി. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി. ഇനി അടുത്താണ് തിയറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. We have discussed the different component of state. നമ്മൾ സ്റ്റേറ്റിൻ്റെ വിവിധ തരത്തിലുള്ള ഘടകങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി പഠിച്ചു. Now let's examine how the state was formed. ഇനി നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് നമ്മുടെ സ്റ്റേറ്റ് ഉണ്ടായിട്ടുള്ളത്, രൂപം കൊണ്ടിട്ടുള്ളതെന്ന്. A panel discussion was organized in a class on the formation of states. Look at the way how the children express their opinions. അപ്പോൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരൊരു പാനൽ ഡിസ്കഷൻ ആണ്. അപ്പോൾ കുട്ടികളൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് പറയുന്നത് സ്ട്രോങ് കോൺകേർഡ് ബൈ ദ വീക്ക് ബൈ ഫോഴ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ് ദ സ്റ്റേറ്റ്. അതായത് അശക്തരെ ഫലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തിയിട്ടാണ് സ്റ്റേറ്റ് ഉണ്ടായിട്ടുള്ളത് എന്നൊരു കുട്ടി പറയുകയാണ്. മറ്റൊരു കുട്ടി പറയുകയാണ് നോട്ട് അറ്റ് ഓൾ, ഇറ്റ് ഈസ് വാരിയസ് കോൺട്രാക്ട്സ് മെയ്ഡ് ബൈ ദ പീപ്പിൾ ദാറ്റ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്. അതായത് അങ്ങനെയല്ല, ജനങ്ങൾ രൂപപ്പെടുത്തിയ കരാറുകളാണ് സ്റ്റേറ്റിനെ രൂപീകരിച്ചതിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുകയാണ്. അപ്പോൾ അടുത്തൊരു പോയി പറയാണ് none of this is correct. The state was not built by formed as a result of long term evolutions. ഇതൊന്നുമല്ല ശരി. രാഷ്ട്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആരും നിർമ്മിച്ചതല്ല, അത് ഒരുപാട് കാലമായിട്ടുള്ള എവല്യൂഷൻ്റെ ഫലമായി രൂപീകരിച്ചതാണെന്ന് ഒരു കുട്ടി പറയുന്നുണ്ട്. You have noticed the opinions expressed by the children related to the formation of states. They are referred to various theories that led to the formation of state. Shall we complete the concept map given below? Theories of state formation. അപ്പോൾ നിങ്ങളിപ്പോൾ കുട്ടികൾ നടത്തിയിട്ടുള്ള വിവിധ തരം അഭിപ്രായങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ സ്റ്റേറ്റ് രൂപീകരിച്ചിട്ടുള്ളത് ഒരുപാട് തിയറീസ് വഴിയാണെന്നാണ് പ്രതിപാദിച്ചത്. അപ്പോൾ താഴെ ഒരു കൊടുത്തിട്ടുണ്ട്, എന്താണ്, ഒരു കൺസെപ്റ്റ് മാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണം. അതായത് തിയറി ഓഫ് സോഷ്യൽ ഇവല്യൂഷൻ. അപ്പോൾ അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഫോഴ്സ് തിയറി എന്ന് പറയുന്നത് ദ സ്റ്റേറ്റ് ഒറിജിനേറ്റ് ത്രൂ എ സബ്ജെക്ഷൻസ് ഓഫ് വീക്കർ ബൈ ദ സ്ട്രോങ്ങർ വേർ ദ പവർഫുൾ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഇമ്പോസ് ദെയർ വിൽ എസ്റ്റാബ്ലിഷ് അതോറിറ്റി. ദെൻ തിയറി ഓഫ് സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നത് എഗ്രിമെൻറ്റ്സ് ഓർ കോൺട്രാക്ട്സ് മെയ്ഡ് ബൈ ദ പീപ്പിൾ ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്. ദെൻ അടുത്തതാണ് തിയറി ഓഫ് സോഷ്യൽ എവല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് സ്റ്റേറ്റ് ഈസ് എമേർജ്ഡ് ഗ്രാജുവലി ഓവർ എ ലോങ് പീരിയഡ് ത്രൂ നാച്ചുറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻറ്ററാക്ഷൻസ് ഓഫ് വാരിയസ് സോഷ്യൽ കമ്പോണൻറ്റ്സ് സച്ച് ആസ് ഫാമിലി, ട്രൈബ്, അൾട്ടിമേറ്റ്ലി ദ നേഷൻ സ്റ്റേറ്റ്. The theory of social evolution is the most popular and most widely accepted among the theories of social state formation. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്യുക. ഏറ്റവും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് ഏതാണ്? തിയറി ഓഫ് സോഷ്യൽ എവല്യൂഷൻ ആണ്. അപ്പോൾ അതിനെ ഡിഫൈൻ ചെയ്യാൻ പഠിച്ചു വെക്കണം, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അക്കോർഡിംഗ് ടു ദിസ് the state is not a construct by anyone but a result of interactions of various components over a long period of time. അതായത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആരുടെയും നിർമ്മിതമൊന്നുമല്ല, പക്ഷെ ഒരുപാട്
കാലയളവിനുള്ളിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ കമ്പോണൻസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് സ്റ്റേറ്റ് രൂപപ്പെട്ടത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫ്രം ദ ട്രൈബൽ സ്റ്റേറ്റ് ടു നേഷൻ സ്റ്റേറ്റ്, അതായത് ഗോത്ര സ്റ്റേറ്റിൽ നിന്ന് ദേശ സ്റ്റേറ്റിലേക്ക് എന്നാണ് പറയുന്നത്. ദ നേച്ചർ ഓഫ് മോഡേൺ സ്റ്റേറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദ ഏർലിയർ സ്റ്റേറ്റ്. ലെറ്റ് എക്സാമിൻ ദ ചേഞ്ചസ് ഇൻ ദ നേച്ചർ ഓഫ് സ്റ്റേറ്റ്. അതായത് ഇപ്പോഴത്തെ ആധുനിക സ്റ്റേറ്റിൻ്റെ സ്വഭാവമൊന്നുമല്ലായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്ന സ്റ്റേറ്റ്. വളരെയധികം തികച്ചും വ്യത്യസ്തമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റേറ്റിൻ്റെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ്, ട്രൈബൽ സ്റ്റേറ്റ്, ഗോത്ര രാഷ്ട്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇൻ ഏൻഷ്യന്റ് ടൈം ഇറ്റ് വാസ് എ ട്രൈബ് ഗ്രൂപ്പ്സ് ഹു ഷോഡ് ടു എ സ്മോൾ എക്സ്റ്റെൻറ്റ് സം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് പണ്ട് കാലത്ത് അതാണ് ആ സ്റ്റേറ്റിൻ്റെ സ്ഥാപനങ്ങളുടെ സ്വഭാവമായിട്ടുള്ള ഒരുപാട് ചെറിയ തോതിലെങ്കിലും പ്രകടിപ്പിച്ചത് ആരായിരുന്നു? ഗോത്രത്തിൻ്റെ കൂട്ടായ്മകളായിരുന്നു. ദ ഫോർമേഷൻ ഓഫ് എ ട്രൈബൽ സ്റ്റേറ്റ് വാസ് ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് ബീയിങ് ബോൺ ഇൻ ടു എ സെയിം ക്ലാൻ ഹാവിങ് എ സെയിം ഇൻട്രസ്റ്റ് ആൻഡ് എ സെയിം എക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇങ്ങനെ ഒരേ വംശത്തിലുള്ള ജനനം, അതുപോലെ തന്നെ താല്പര്യങ്ങൾ, സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവയുടെ സ്വാധീനമാണ് ഈ ഗോത്ര ട്രൈബൽസിന് സ്റ്റേറ്റ് രൂപീകരണത്തിന് കാരണമായി തീർന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ഓറിയൻറ്റേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ സം ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഡേൺ സ്റ്റേറ്റ് വെർ എക്സിബിറ്റ് ബൈ ദ ഓറിയന്റൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. ദ സെൻറ്റർ ഓഫ് റിവർ വാലി സിവിലൈസേഷൻ സച്ച് ആസ് മെസൊപ്പൊട്ടേമിയ, ഈജിപ്ഷ്യൻ and China are example. People led an urban lifestyle in this Bronze Age civilization centers. അതായത് ആ മോഡേൺ ആയിട്ടുള്ള സ്റ്റേറ്റിൻ്റെ സവിശേഷതകൾ പ്രകടിപ്പിച്ചിരുന്നവയൊക്കെയായിരുന്നു ഒരുപാട് ഭരണ സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് റിവർ സിവിലൈസേഷൻ എന്ന് പറയുന്ന ഒരുപാട് സവിശേഷതകൾ ഉണ്ടായിട്ടുള്ള കേന്ദ്രങ്ങളായിരുന്നു മെസൊപ്പൊട്ടേമിയ, ഈജിപ്ത്യ, ചൈന എന്നിവയെല്ലാം അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഇവിടങ്ങളിൽ ജനങ്ങളെ ഒരു അർബൻ ലൈഫ് സ്റ്റൈലിലേക്ക് നയിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് എക്സിബിറ്റ് ദ മോസ്റ്റ് സിമിലാരിറ്റി വിത്ത് മോഡേൺ സ്റ്റേറ്റ്, ഏതൻസ്, സ്പാർട്ട എക്സെട്ര എക്സാമ്പിൾ. അതായത് ഒരു മോഡേൺ സ്റ്റേറ്റിന് ഏറ്റവും അധികം സാദൃശ്യം പുലർത്തിയിരുന്നത് ഏതായിരുന്നു? ഗ്രീക്ക് സ്റ്റേറ്റ്സ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ഏഥൻസ്, സ്പാർട്ട എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ദ റോമൻ എംപയർ, ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ലോ ആൻഡ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ദാറ്റ് എക്സിസ്റ്റ് ഇൻ റോമൻ എംപയർ ഷോഡ് സിമിലാരിറ്റീസ് ടു ദാറ്റ് മോഡേൺ സ്റ്റേറ്റ്. അതായത് ഇപ്പോഴത്തെ റോമൻ എംപയറിൽ നിലനിന്നിരുന്ന ഭരണ സംവിധാനം, അതുപോലെ തന്നെ ലോകൾ, അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഇപ്പോഴുള്ള മോഡേൺ സ്റ്റേറ്റിനെ ഒരുപാട് സമാന്തരമായിട്ട് ഒരുപാട് ഒരുപോലെ ഉള്ളതായിരുന്നു റോമൻ എംപയറിൻ്റെ. ദെൻ അടുത്ത പേജിലാണ് നെക്സ്റ്റ് ഫ്യൂഡൽ സ്റ്റേറ്റ് ആണ്. ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സ്റ്റേറ്റ് വാസ് ഫ്യൂഡലിസം. ഫ്യൂഡലിസം എന്ന് പറയുന്നതായിരുന്നു അതിൽ ഏറ്റവും കൂടുതലുള്ള മേജറായിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. ദെൻ the power hierarchy was divided into kings, lords and the farmers. അതായത് അവിടുത്തെ ഒരു പവർ ഹൈറാർക്കി എന്ന് പറയുന്നത് എന്തായിരുന്നു? രാജാവ്, പ്രഭുക്കർ, കർഷകർ എന്നിവയായിരുന്നു അതിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ പവർ ഓഫ് കിങ് വാസ് ലിമിറ്റഡ്. അതായത് രാജാവിൻ്റെ അധികാരം വളരെ കുറവായിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് വർ വെസ്റ്റഡ് വിത്ത് ലോർഡ്സ്. അതായത് പ്രഭുക്കന്മാരുടേതായിരുന്നു ഭരണാധികാരികളൊക്കെ കൂടുതലും. ദെൻ ലാസ്റ്റ് നേഷൻ സ്റ്റേറ്റ്. മോഡേൺ നേഷൻ സ്റ്റേറ്റ് ഒറിജിനേറ്റഡ് ഇൻ യൂറോപ്പ്. അപ്പോൾ യൂറോപ്പിലാണ് മോഡേൺ സ്റ്റേറ്റിൻ്റെ ആദ്യമായിട്ട് പിറവി എടുത്തിട്ടുള്ളത്. ലോജിക്കൽ തിങ്കിങ്, സയൻറ്റിഫിക് ടെമ്പർ ആൻഡ് സോ ത്രൂ അബൌട്ട് ദ ചേഞ്ചസ് സോഷ്യൽ സെക്ടർ ഡ്യൂറിങ് റിനൈൻസ് പീരീഡ്. അപ്പോൾ റിനൈൻസ് പീരീഡിൽ നയൻസിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് ലോജിക്കൽ തിങ്കിങ്ങും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുള്ളത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, കൊളോണൈസേഷൻ, നാച്ചുറൽ consciousness also contributed to the growth of national state. Gradually, nation state came into existence based on factors like population, territory, government, sovereignty. ദെൻ ബാക്കി രണ്ടെണ്ണം എന്ന് പറയുന്നത് എക്സ്റ്റൻഡ് റീഡിംഗ് ആണ്. റിനൈൻസസ് അതുപോലെ ഫ്യൂഡലിസം എന്താണെന്ന്. അപ്പോൾ നിങ്ങൾക്കത് പഠിക്കാനൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി. ദെൻ ഇവിടെ ഒരു വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സിറ്റി എന്ന് പറയുന്നതിൽ. അപ്പോൾ അതായത് അത് ഏത് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അത് ഏത് ഇതിലാണ് വരിക, അത് എഴുതാനാണ്. ദെൻ ആദ്യത്തേത് ദ ഹൈറാർക്കിയൽ സിസ്റ്റം ഓഫ് കിങ്, ലോർഡ്സ്, ഫാമേഴ്സ് ഓഫ് പവർ ഓഫ് കിങ് വാസ് ലിമിറ്റഡ്. അത് ഏതിലാണ്? ഫ്യൂഡൽ സ്റ്റേറ്റ് ആണ്. അതുപോലെ ലോജിക്കൽ തിങ്കിങ്, സയൻറ്റിഫിക് ടെമ്പർ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻസ്, നാഷണൽ കോൺഷ്യസ്നെസ് ഈസ് ലെഡ് ടു ഏതിലാണ്?
അത് വരുന്നത് നാഷണൽ സ്റ്റേറ്റിലാണ്. ദെൻ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ സെൻറ്റേർഡ് ബിലോങ്സ് ടു ദിസ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. അത് വരുന്നത് ഓറിയൻറ്റേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലാണ്. ദെൻ പീപ്പിൾ ബീങ് ബോൺ ഇൻ ടു സെയിം ക്ലാൻ ഹാവിങ് കോമൺ ഇൻട്രസ്റ്റ് ആൻഡ് സിമിലർ എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ടു ബി ഫീച്ചർ ഓഫ് ദിസ് ടൈപ്പ് ദിസ് സ്റ്റേറ്റ്. അതായതാണ് ട്രൈബൽ സ്റ്റേറ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ആണ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് മ്യൂച്വൽ റിലേഷൻഷിപ്പ്. മ്യൂച്വൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണ്. വി ഹാവ് ഓൾറെഡി റെക്കഗ്നൈസ് ദാറ്റ് ഇൻ എ സ്റ്റേറ്റ് ഈസ് എ ഗവൺമെൻറ് ദാറ്റ് ക്യാരീസ് ഔട്ട് അഡ്മിനിസ്ട്രേറ്റിംഗ്. അതായത് ഗവൺമെൻറ് എന്ന് പറയുന്നത് ക്യാരി ചെയ്യുന്നത് എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് നിർവഹണമൊക്കെ ഒരു സ്റ്റേറ്റിൻ്റെ നടത്തുന്നത് ഗവൺമെൻറ് ആണെന്ന് നമുക്കറിയാം. അതിൻ്റെ കൂടുതൽ ക്യാരക്ടറൈസിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ദെൻ വർക്ക്ഷീറ്റ് ആണ്. ഗിവൺ ബിലോ ആർ ദ ഡാറ്റ കളക്റ്റഡ് ബൈ കിരൺ ഫോർ കമ്പയറിംഗ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. അതായത് സ്റ്റേറ്റും ഗവൺമെൻറ്റും തമ്മിലുള്ള കുറച്ച് ഡാറ്റാസ് കിരൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? അത് സ്യൂട്ടബിൾ ആയിട്ട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഹാസ് സോവറിനിറ്റി, അതായത് പരമാധികാരമുണ്ട്. ഏതിലാണ്? സ്റ്റേറ്റിനാണ്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ അവിടെ അത് എഴുതി കൊടുക്കുക. ഇറ്റ് കീപ്സ് ചേഞ്ചിങ്. ഏതാണ് മാറ്റം സംഭവിക്കുക? ഗവൺമെൻറ്റിനാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അവിടെ എഴുതുക. ഇറ്റ് ഈസ് എ ബ്രോഡ് കൺസെപ്റ്റ്, അതായത് വിശാലമായ സങ്കല്പമാണ്. ഏതാണ്? സ്റ്റേറ്റ് ആണ്. ഇറ്റ് ഈസ് എ പെർമനൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഏതാണ് പെർമനൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ? സ്റ്റേറ്റ് ആണ്. ഇറ്റ് ഈസ് എ കമ്പോണൻറ്റ് ഓഫ് സ്റ്റേറ്റ്. ഗവൺമെൻറ് എന്ന് പറയുന്നത് കമ്പോണൻ്റ് ആണ് സ്റ്റേറ്റിൻ്റെ. ദെൻ അടുത്തത് എന്താണ്? ഓൾ പീപ്പിൾ ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ്. ഏതിലാണ് എല്ലാ ജനങ്ങളും ഉൾപ്പെടുന്നത്? സ്റ്റേറ്റിലാണ്. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ്സ് ആൻഡ് ഒഫീഷ്യൽസ് ആർ ഇൻക്ലൂഡഡ്. അത് ഗവൺമെൻറ്റിലാണ്. ദെൻ സോവറിനിറ്റി ഈസ് എക്സിക്യൂട്ടഡ് ത്രൂ ദിസ് ഏജൻസി. അതായത് ഗവൺമെൻറ് ആണ്. അപ്പോൾ അങ്ങനെയാണ് രണ്ടിലും അറേഞ്ച് ചെയ്തിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ ഇത് നന്നായി പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഓരോ ഡെഫിനിഷനെയും നന്നായി തന്നെ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ദെൻ അടുത്തതാണ് ദ ഗവൺമെൻറ് ഹെൽപ്സ് ടു കീപ് ദ റിലേഷൻഷിപ്പ് ഡൈനാമിക് ബിറ്റ്വീൻ ദ പീപ്പിൾ ആൻഡ് ദ സിസ്റ്റം. അതായത് ഗവൺമെൻറ് എന്താണ്? ജനങ്ങളും അതുപോലെ സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ ഒരുപാട് സഹായകമാകുന്നുണ്ട്. ദെൻ സ്റ്റേറ്റ് കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് എ ഗവൺമെൻറ്. ഒരു ഗവൺമെൻറ് ഇല്ലാണ്ട് ഒരു സ്റ്റേറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ദ വേരിയസ് ലോസ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഓഫ് ദ സ്റ്റേറ്റ് ആർ എക്സിക്യൂട്ടഡ് ടു ദ ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്. അതായത് നിയമങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നത് ഗവൺമെൻറ് വഴിയാണ്. അപ്പോൾ ലെറ്റ് എക്സാമിൻ വാട്ട് ദേ ആർ. അപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഓരോ ഘടകങ്ങളൊക്കെ നോക്കാം. ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്. ഓർഗൻസ് ഓഫ് ഗവൺമെൻറ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കും, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓർഗൻസ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത് ലെജിസ്ലേഷൻ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിവയാണ്. അപ്പോൾ നമുക്ക് ലെജിസ്ലേഷൻ നോക്കാം. ലെജിസ്ലേഷൻ. ദ മേജർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ലെജിസ്ലേഷൻ ഇൻക്ലൂഡ് മേക്കിംഗ് ലോ ആൻഡ് ബ്രിങ്ങിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ എക്സിസ്റ്റിംഗ് ലോസ്. ദേ ആർ റിക്വയർഡ് ബൈ ദ സ്റ്റേറ്റ്. ദ legislation has a great role in controlling administration of a state. അതായത് എന്താണ് ഇവിടെ പറയുന്നത്? ഒരു രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ലോകൾ, നിയമങ്ങളൊക്കെ നിർമ്മിക്കുകയും അതുപോലെ നിലവിലുള്ള നിയമങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വിഭാഗമാണ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് നിയന്ത്രിക്കുന്നതിൽ നിയമനിർമ്മാണ വിഭാഗത്തിലുള്ള കാര്യമായ പങ്കൊക്കെ ആരാണ്? ലെജിസ്ലേഷനാണ്. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്നാമത്തത്. ദെൻ രണ്ടാമത്തതാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ദ ലോസ് മെയ്ഡ് ബൈ ദ ലെജിസ്ലേഷൻ ആർ ഇംപ്ലിമെൻറ്റ് ആൻഡ് the administration is carried out by executives. The day-to-day activities of the government are executed by this organ. അപ്പോൾ അതായത് നിർമ്മിക്കുന്നതിനും അതുപോലെ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നിർവഹണം നടത്തുന്നതും ചെയ്യുന്ന കാര്യമായിട്ടുള്ള ഒരു വിഭാഗമാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്താണ്? ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ അതാണ് എക്സിക്യൂട്ടീവ്. ജുഡീഷ്യറി എന്ന് പറയുന്നത് എന്താണ്? അതായത് ജുഡീഷ്യറി ഇന്റർപ്രറ്റ്സ് law, resolve disputes and punish the offenders. When the legislation makes law, executive executes the dispute that arise during this process are solved by the judiciary. അപ്പോൾ നിയമങ്ങളൊക്കെ എന്തെങ്കിലും തർക്കങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. നിയമനിർമ്മാണമായിട്ടുള്ള ജുഡീഷ്യറി അതുപോലെ നിർമ്മിക്കുന്ന അതിന് വേണ്ടിയിട്ടുള്ള അടുത്തതാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സിൽ ഉണ്ടാകുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കാനാണ് ജുഡീഷ്യറി. അപ്പോൾ ഇതാണ് ഓർഗൻസ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. For the effective functioning of the government, it is essential that the three organs must be complement each other. അതായത് നല്ല രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് ചെയ്യണമെങ്കിൽ ഈ മൂന്ന് പേരുടെയും നല്ല രീതിയിൽ തന്നെ പരസ്പര
പരസ്പരം കോംപ്ലിമെൻ്റ് ആയി തന്നെ പ്രവർത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദെൻ ഹിയർ എക്സാമിൻ ദ ഫോളോയിങ് ന്യൂസ് ഹെഡ്ലൈൻസ് ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ അണ്ടർ ദ സ്കോപ്പ് ഓഫ് വിച്ച് ഗവൺമെൻറ് ഓർഗൻസ് ഈ ദിസ് ഹെഡ്ലൈൻസ് ആർ വി കാറ്റഗറൈസ് ഇൻ ടു. അതായത് താഴെ കുറച്ച് തലക്കെട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്നും ഏതിലാണ് വരിക എന്നത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോന്ന് നോക്കാം. കോർട്ട് പ്രൊസീജിയേഴ്സ് ടു ബി ടെലികാസ്റ്റ് ലൈവ് സീസ് സുപ്രീം കോർട്ട്. അതായത് കോടതി നടപടിക്രമങ്ങൾ തത്സമയം സംരക്ഷണം ചെയ്യുമെന്ന് സുപ്രീം കോടതി. അപ്പോൾ അതാരാണ്? അതിൻ്റെ ഓർഗൻസ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത് ജുഡീഷ്യറിയാണ്. ദെൻ ദ ഗവൺമെൻറ് പ്രൊവൈഡ് ഫോർ സ്ട്രിക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ടു റൈറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ആക്ട്. അതായത് വിദ്യാഭ്യാസ അവകാശ നിയമം കർശനമായി നടപ്പിലാക്കാൻ ഒരുങ്ങി ഗവൺമെൻറ്. അതായതാണ് അത് നടപ്പിലാക്കുന്ന എക്സിക്യൂട്ടീവ്സ് ആണ്. ദെൻ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ അമെൻമെൻറ്റ് ഓഫ് ലോ സൂൺ. അതായത് പരിസ്ഥിതി സംരക്ഷണ നിയമ ഭേദഗതി ഉടൻ. അത് ചെയ്യുന്നത് ആരാണ്? ലെജിസ്ലേഷൻ ആണ്. ഗ്രീൻ പ്രോട്ടോകോൾ ടു ബി ഫോളോഡ് സ്ട്രിക്ട്ലി ഇൻ സ്കൂൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ. അതായത് സ്കൂളുകളിൽ ഹരിതചട്ടം കർശനമായി പാലിക്കണം വിദ്യാഭ്യാസ വകുപ്പ്. അപ്പോൾ അതിൻ്റെ ഓർഗൻ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ആണ്. പ്രൊവിഷൻ ഓഫ് ട്രാഫിക് റൂൾസ് കോൾ ടു ബി ഇൻഫോം ദ പ്രോഗ്രസ്. അപ്പോൾ അതെന്താണ്? ട്രാഫിക് നിയമ പരിഷ്കരണം പുരോഗതി അറിയിക്കണമെന്ന് കോടതി. അപ്പോൾ അത് രണ്ട് പേരാണത് ചെയ്യുക. അതായത് ജുഡീഷ്യറിയും ഉണ്ട് എക്സിക്യൂട്ടീവ് ഉണ്ട്. ദെൻ ലാസ്റ്റ് പാർലമെൻറ്റ് അപ്രൂവ് ദ റിവിഷൻ ഫോർ ട്രാൻസ്പോർട്ട് റൂൾസ്. പുതിയ ഗതാഗത നിയമ പരിഷ്കരണത്തിന് അംഗീകാരം നൽകി പാർലമെൻറ്റ്. അപ്പോൾ അവിടെ ലെജിസ്ലേഷൻ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചോദ്യം വന്നാലും എഴുതാൻ സഹായിക്കുന്നതാണ്. ദെൻ ലാസ്റ്റ് വി ഹാവ് ബിക്കം ഫെമിലിയർ വിത്ത് ദ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കി സ്റ്റേറ്റിൻ്റെ ആ ഒരു ഉണ്ടായതിനെ പറ്റിയിട്ടും അതിൻ്റെ എവല്യൂഷൻ ഭരണത്തിനെ പറ്റിയിട്ടും ഒറിജിനെ പറ്റിയിട്ടും ഒക്കെ മനസ്സിലാക്കി. അവർ സ്റ്റേറ്റ് ഹാസ് ഡെവലപ്ഡ് ഫ്രം ദ tribal state of ancient times to the level of modern nation state. They are based on democracy. The modern nation state which gives more importance to equality, liberty, sovereignty and also a sign for human progress. ഇപ്പോൾ എന്താണ് പറയുന്നത്? നമ്മുടെ ഈ സ്റ്റേറ്റിലുണ്ടായിരുന്ന ഒരുപാട് ഭരണ സംവിധാനത്തിന് തുടക്കം കുറിച്ചതൊക്കെ പണ്ട് കാലത്തുള്ള ഗോത്ര വിഭാഗത്തിൽ നിന്നാണ് ഇപ്പോൾ കാണുന്ന ഒരു മോഡേൺ നേഷൻ സ്റ്റേറ്റ് ആയിട്ട് മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ മോഡേൺ സ്റ്റേറ്റ് എന്തിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അതായത് ഇക്വാലിറ്റി, ലിബർട്ടി, സോവറിനിറ്റി എന്നതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ്, പ്രാധാന്യം കൽപ്പിക്കുന്നതിന് സമത്വം, സ്വാതന്ത്ര്യം, പരമാധികാരം എന്നിവയ്ക്കെല്ലാമാണ് കൂടുതലായിട്ടും പ്രാധാന്യം കൽപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ പാഠത്തിൽ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് എന്ന് പറയുന്നതിൽ പഠിക്കാനുള്ളത്. സ്റ്റേറ്റിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പഠിച്ചു, ഗവൺമെൻറ്റിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഓരോന്നും ഓരോ ടോപ്പിക്കും കൃത്യമായി പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. 6ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.